പലപ്പോഴും ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള വ്യക്തികൾ ചോദിക്കാറുണ്ട് എന്തെല്ലാം കഴിക്കണം ബി കുറയ്ക്കാനായിട്ട്. അപ്പം അതിനൊരു കാറ്റഗറി ഓഫ് ഫുഡ് നമുക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭക്ഷണം കഴിച്ച് ഒന്നുകൊണ്ട് മാത്രം ബി കുറയില്ല. ബി കുറയ്ക്കാനുള്ള ബാക്കി കാര്യങ്ങൾ, അതായത് മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കണം, വ്യായാമം ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിലെ ഭക്ഷണം നമ്മൾ ധാരാളമായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബി കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തെല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? നമുക്ക് ഓട്സ് പോലെയുള്ള മില്ലറ്റ്സ്, അത്തരത്തിലുള്ള ധാന്യങ്ങൾ കൊണ്ടുള്ള പലഹാരങ്ങളോ ഭക്ഷണമോ നമുക്ക് ഭക്ഷണക്രമത്തിൽ നമ്മുടെ ഫുഡ് ചാർട്ടിൽ നല്ല രീതിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ വെജിറ്റബിൾസ് പറയുമ്പോഴത്തേക്കും അതിലേക്ക് ചീര, ബീട്രൂട്ട്, ഇവയെല്ലാം ഒരു പരിധിക്ക് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ ABC ഡ്രിങ്ക് ഒക്കെ കുറെ അധികം പ്രൊമോട്ടഡ് ആയി പോകുന്നത്. പിന്നെ കോണ്ടിമെന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി, പണ്ട് എല്ലാവരും പറയുമായിരുന്നു വെളുത്തുള്ളി പാലിൽ ചതച്ച് കഴിച്ചാൽ ബി കുറയും. അപ്പൊ ഇത്തരത്തിൽ തന്നെ ചെയ്ത് കഴിക്കണം, അത് ചെയ്താൽ കറക്റ്റായിട്ട് കുറയും എന്നുള്ളൊരു സയന്റിഫിക് ബേസിസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ റെഗുലറായിട്ട് വെളുത്തുള്ളിയുടെയോ കുരുമുളകിന്റെയോ ഉപയോഗം നമ്മളുടെ ഹെൽത്ത് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും അതിൽ കുറെ അധികം ആയിട്ട് ആന്റി ഓക്സിഡൻസ് പോലെ കുറെ കുറച്ച് കെമിക്കൽസ് ഉണ്ട് അതിൽ. ആ കെമിക്കൽസ് എല്ലാം നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ലാവിഷ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ സീഡ്സ്, മത്തന്റെ കുരു, സൺഫ്ലവർ സീഡ്സ്, തിന, ഇത്തരത്തിലെ സാധനങ്ങൾ, ഇവയും വളരെയേറെ ആന്റി ഓക്സിഡന്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ വണ്ടർ ഫുഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫുഡ് എന്നൊക്കെയുള്ള കാറ്റഗറിയിലേക്ക് വരിക. അപ്പൊ ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ സാമാന്യം നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മരുന്നിന്റെ കൂടെ തന്നെ ബി കുറയാൻ ഇതെല്ലാം നമ്മളെ സഹായിക്കുക ചെയ്യുന്നത്. പിന്നെ ചില ഫ്രൂട്ട്സ് ഉണ്ട്, ഇപ്പൊ ബനാനാസ് അല്ലെ, പഴങ്ങളിൽ നമുക്കറിയാം നമുക്ക് ഏറ്റവും സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ്. പലപ്പോഴും നമുക്ക് വലിയ വില തോന്നൂല അതിന്, ഇത്രയും കൂളായിട്ട് ഇത്രയും ഇതായിട്ട് കിട്ടുന്നത് കൊണ്ട്. പക്ഷേ ഈ ബനാന എന്ന് പറയുന്ന നമ്മളുടെ നേന്ത്രപ്പഴം അല്ലെങ്കിൽ നമ്മുടെ നാടൻ പഴങ്ങൾ ആവശ്യത്തിലേറെ മൈക്രോ ന്യൂട്രിയൻസ് റിച്ച് ആണ്, ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. പിന്നെ വേണ്ട കുറെ മൈക്രോ മിനറൽസ് അതിലുണ്ട്. അപ്പൊ ഇവയുടെ ഇൻടേക്ക്, ഇവ നമുക്ക് റെഗുലർ ആയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഹൈപ്പർ ടെൻസീവ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ ഇത് നന്നായി ഹെൽപ്പ് ചെയ്യും.